ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തമ്പുരാന് കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഇതുവരെ ചെയ്യാത്ത ഒരു പരിപാടിയാണ്, സിനിമ റിവ്യൂ ആണ്. സിനിമ റിവ്യൂ എന്നല്ല, സിനിമ റിവ്യൂ എല്ലാം ചെയ്യാൻ വലിയ വലിയ സിനിമയെ കുറിച്ച് വലിയ പരിജ്ഞാനമുള്ള അശ്വന്ത് ഗോക്ക്, സീക്രട്ട് ഏജന്റ്, ഉണ്ണി വ്ളോഗ്സ്, ഷിർസാം, അങ്ങനെയുള്ള വലിയ സിനിമയെ കുറിച്ച് എല്ലാം അറിയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതുപോലുള്ള ഒരു റിവ്യൂ എന്നല്ല, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ ഞാൻ വേറൊരു വഴിക്ക് പോയിട്ട് വരുമ്പോൾ ഞാൻ സഞ്ജു കൂടി കയറി കണ്ടു. ഞാൻ പൊതുവേ എല്ലാ പടങ്ങളും കാണാൻ ശ്രമിക്കലുണ്ട്, എന്നുവെച്ചാൽ സിനിമ അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി, തമിഴിൽ കണ്ടപോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് കുഞ്ചാക്കോ ബോബൻ്റെ സിനിമ കാണാനാണ് കയറിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും സിനിമ ടാക്കീസ് കയറിയിട്ട് ഫോൺ നോക്കാണ്ട് നിന്നിട്ടില്ല. ഈ സിനിമയ്ക്ക് കയറിയിട്ട് ഫോൺ ഞാൻ എടുത്തിട്ടേ ഇല്ല. ഇൻ്റർവെല്ലിന് മാത്രമേ ഫോൺ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ടു എൻഡ് ത്രില്ലിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഒരു രക്ഷയില്ല. അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. പൊതുവേ ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായാൽ മാത്രമേ ഞാൻ വേറൊരാളോട് പോയി കണ്ടോന്ന് പറയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമക്ക് ഏകദേശം ഒരു സിനിമ ടിക്കറ്റ് 150 റുപ്യ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മളതോ പോയി വേറെ ഒരാളത് പോണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മസ്റ്റ് വാച്ച് ആണെങ്കിൽ മാത്രമേ എന്നോട് ആരെങ്കിലും എങ്ങനെയുണ്ട് പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുള്ളൂ പോയി കണ്ടോന്ന്. പക്ഷെ ഞാൻ ഈ സിനിമ പറയാം, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ കുഞ്ചാക്കോ ബോബൻ സിനിമ നിങ്ങളെല്ലാവരും പോയി കാണണം. നിങ്ങൾ ഒരു പെൺമക്കളുള്ള മകളുള്ള ഒരു രക്ഷിതാവാണെങ്കിൽ നിങ്ങൾ മകളെയും കൂട്ടി പോയി ഈ സിനിമ കാണുക. നിങ്ങളൊരു മകനുള്ള ഒരു ആൺകുട്ടിയുള്ള അച്ഛനമ്മയാണെങ്കിൽ നിങ്ങൾ മകനെയും കൂട്ടി പോയി സിനിമ കാണുക. ബാച്ചിലർ ആണെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണുക. ജെൻഡർ വ്യത്യാസമില്ലാണ്ട് നിങ്ങൾ പോയി ഈ സിനിമ കാണുക. പ്രായ വ്യത്യാസമില്ലാണ്ട് നിങ്ങൾ പോയി ഈ സിനിമ കാണുക. എല്ലാവരും ഈ സിനിമ കാണുക എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്തിട്ടുള്ള വിഷയം. അതുപോലെ തന്നെ കുറച്ച് ദിവസം മുന്നേ എന്നൊരു ചേച്ചി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മറ്റുള്ള യൂട്യൂബേഴ്സ് ഒന്നും ചെയ്യാത്ത ഒരു വീഡിയോ ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ധൈര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരിക്കെതിരെയാണ്, വെച്ചാൽ മയക്കുമരുന്ന്, മദ്യം, ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്യുമെന്നാണ് ആ ചേച്ചി എന്നോട് ചോദിച്ചത്. മറ്റുള്ള യൂട്യൂബേഴ്സൊന്നും അങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ടില്ല, ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്ക് അത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ചെയ്യാം, ഷുവറായിട്ട് ചെയ്യാം. നമ്മളെ സമൂഹത്തിന് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിനെ കൊണ്ട് എന്തെങ്കിലും, ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ അങ്ങനെ ഒരു പറഞ്ഞതിനെ കൊണ്ട് ഇത് യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്യാണ്ട് നിൽക്കുന്നോ, അല്ലെങ്കിൽ അങ്ങനെ അത് നിർത്തുന്നോ, അല്ലെങ്കിൽ അവരൊരു നല്ല അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെങ്കിൽ അങ്ങനെ ചെയ്തതിനെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുന്നതാണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറാകുന്ന ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെയും അപ്പുറം ഈ സിനിമ നിങ്ങളൊന്ന് പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറയുക എന്നുള്ളതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ഏറ്റവും വലിയ കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സംസാരിച്ചിട്ടുള്ള വിഷയം അത്രയും നമ്മളെ വർത്തമാന കാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. അപ്പോൾ പല സിനിമകളും സിനിമ എൻ്റർടൈൻമെൻ്റ് അല്ലേ, അതിൻ്റെ അകത്ത് സന്ദേശം വേണമെന്നെല്ലാം പല ആൾക്കാരും ചോദിക്കലുണ്ട്. ഒന്നും വേണമെന്നില്ല. ഞാനിപ്പം റൊമാൻസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടു, ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. എൻ്റെ സുഹൃത്ത് ആദി അതിനകത്ത് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സിനിമ പോലും ഞാൻ ഒരാളോട് കാണണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഓഫീസർ ഓൺ ഡ്യൂട്ടി നിങ്ങൾ പോയിട്ട് കാണണം, നിങ്ങളത് നിരാശപ്പെടുത്തൂല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ അതിൻ്റെ അകത്തെ പോരായ്മകളും കാര്യങ്ങളും ഒന്നും പറയാനൊന്നും ഞാൻ ആളല്ല. എനിക്ക് സിനിമയെ കുറിച്ചിട്ട് വലിയ അറിവൊന്നുമില്ല. സീക്രട്ട് ഏജന്റിനും പോലെ എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ അഭിനയിച്ചതിൽ ഇങ്ങനെതാണ് പോയി അങ്ങനെ അതേപോലെ എനിക്ക് പറയാൻ അറിയില്ല. ജിത്തു അഷ്റഫ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ജിത്തു അഷ്റഫ് പല സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ഷാഹി കബീറാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. ഷാഹി കബീർ എന്ന് പറയുന്നത് നമ്മളെ നായാട്ട്, ജോസഫ്, ഇലവിഴ പൂഞ്ചിറ, അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് ഷാഹി കബീർ. ഇനിയിപ്പോൾ അടുത്ത റോന്ത് എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് മൂപ്പര്. അതിൻ്റെ നമ്മളെ കൂടെയുള്ള നിതീഷ് അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആ പടവും ഉടനെ വരുന്നുണ്ട്. പിന്നെ മാർട്ടിൻ പ്രക്കാട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മാർട്ടിൻ പ്രക്കാട്ടും 2-3 ആൾക്കാരുണ്ട്. അപ്പോൾ മാർട്ടിൻ പ്രക്കാട്ടൊക്കെ പണ്ടുകൊണ്ടേ കേട്ടിട്ടുള്ള പേരാണ്. കുഞ്ചാക്കോ ബോബൻ, ചാക്കോച്ചനാണ് നമ്മളെ ലീഡ് റോൾ ചെയ്തിട്ടുള്ളത്. പ്രിയാമണീൻ്റെ ഒരു കമ്പാക്ക് ഉണ്ട്. അതുപോലെ തന്നെ ജഗദീഷ് ചേട്ടനുണ്ട്. വിശാഖ് നായറാണ് ഇതിൻ്റെ അകത്ത് നല്ലൊരു റോൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജേക്സ് ബിജോയ് മ്യൂസിക്, ചമ്മൻ ചാക്കോ എഡിറ്റർ, അങ്ങനെ പക്ക ടീം തന്നെയാണ്. ഞാൻ സിനിമ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ സിനിമ ടാക്കീസ് കയറി കാണുമ്പോൾ അത് ഒരു ജീവിതമായിട്ട്, അല്ലെങ്കിൽ അതൊരു ഒരു സിനിമയായിട്ട് ഞാൻ ഫീൽ ചെയ്യലില്ല. ഞാനതൊരു ജീവിതമായിട്ട് മാത്രമേ കാണലുള്ളൂ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലാണ് നമുക്കത് സിനിമയായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങുക. എന്ന് വെച്ചാൽ അഭിനയത്തിൽ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മ്യൂസിക് എന്തെങ്കിലും, അല്ലെങ്കിൽ വിഷ്വലി എന്തെങ്കിലും നമുക്കിത് അങ്ങനെ എന്തെങ്കിലും മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് സിനിമയാണ് എന്നുള്ളത് ഫീൽ ചെയ്യൂ. അല്ലെങ്കിൽ ഞാൻ കരയുന്ന സിറ്റുവേഷനിൽ ഇരുന്ന് കരയും, ചിരിക്കേണ്ടത് ചിരിക്കും. അതൊരു സിനിമയാണെന്നല്ല. അതുപോലെ തന്നെ ഈ സിനിമ നമുക്ക് എവിടെയും ഉണ്ട്, ചെറിയ ചെറിയ പോരായ്മ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേങ്കിൽ ഇത് ഹരിശങ്കർ എന്നാണ് ചാക്കോച്ചൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ പേര്. ഇതൊരു ഹരിശങ്കറിൻ്റെ ഒരു ജീവിതം, ഹരിശങ്കറിൻ്റെ ഒരു കഥ കാണുന്നത് പോലെയാണ് മുഴുനീളെ നമുക്ക് പോവുക, സ്റ്റാർട്ടിങ് ടു എൻഡ്.
അപ്പോൾ ഷാഹിദ് കബീറിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഇത് സ്റ്റാർട്ടിങ് ടു എൻഡ് വന്നിട്ടുള്ളത് ഒരു ജീവിതത്തിലൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതം തുന്നിച്ചേർത്തിട്ടുള്ള ഒരു സിനിമയാണിത്. ത്രില്ലർ ജോണർ ആയതുകൊണ്ട് ഇത് ഫാമിലി പോയി കാണേണ്ട പടമല്ല എന്നൊക്കെ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേങ്കിൽ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തോന്നുന്നു. എന്നാൽ പോലും നിങ്ങൾ ലേറ്റ് ആയിട്ടില്ല, നിങ്ങൾ പടം പോയി കാണുക, അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് പടം കാണുക. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ പോയി കാണുക, തീർച്ചയായിട്ടും കാണുക. കണ്ടിറങ്ങിയതിന് ശേഷം നിങ്ങളൊരു അച്ഛനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു അമ്മയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഏട്ടനാണെങ്കിൽ, നിങ്ങളൊരു ഏച്ചിയാണെങ്കിൽ, അനിയനാണെങ്കിൽ, അനിയത്തിയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള വിഷയം ഇത് കണ്ടു കഴിഞ്ഞിട്ടാകുമ്പോഴാണ് ഞാൻ പറയുന്നത്. ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു കെണിയിൽ പെട്ടുപോയ ആരെങ്കിലും ഒരാൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കെണി ഒരുക്കി നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് തന്നെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുക. അങ്ങനെയുള്ള നമ്മളെല്ലാം ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ടായിരിക്കും നമ്മൾ മക്കളെല്ലാം ഭയങ്കരമായിട്ട് വിശ്വസിക്കും അച്ഛനമ്മമാർ. ഇപ്പം എന്നെ പോലും നമ്മൾ പറയുന്നതെല്ലാം സത്യസന്ധമാണെന്ന് വെച്ചിട്ട് നമ്മളെല്ലാ വിഷമങ്ങളും നമ്മൾ ഓപ്പണായി സംസാരിക്കുന്ന രക്ഷിതാക്കളാണ് മക്കളുമാണ് ഇപ്പം കൂടുതലുള്ളതെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അവരെല്ലാ വിഷമങ്ങളൊന്നും പറയുന്നുണ്ടാവില്ല. അപ്പോൾ അത് എങ്ങനെയെങ്കിലും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുന്നതിനപ്പുറം അതിന് ശേഷം നിങ്ങൾ അവരോട് ഇപ്പോൾ ഒരു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ നമ്മളെ രക്ഷിതാക്കൾ അവരോട് പ്രതികരിക്കേണ്ട രീതി എങ്ങനെയാണെന്നെല്ലാം ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫാമിലി സിനിമയാണ്, നിങ്ങൾ പോയി കാണുക. നമ്മുടെ ഓഫീസേഴ്സിന് ഡ്യൂട്ടി കുറയണമെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക നമ്മളെ മക്കളെ. അപ്പോൾ ഇതിൻ്റെ തമ്പനയിൽ കണ്ടിട്ട് പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ നെഗറ്റീവ് എന്തോ പറയാൻ വേണ്ടി വിചാരിച്ചതാണെന്ന്. പക്ഷേങ്കിൽ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നുള്ള കോട്ടിനെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ.